നമ്മൾ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഓൾറെഡി കണ്ടു. സോ നെക്സ്റ്റ് ഇസ് ദി നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് അല്ലേ. നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്ന ആ പേര് തന്നെ ഉണ്ട് അല്ലേ. ഇറ്റ് ഇസ് നോട്ട് റിലേറ്റഡ് ടു ദി ഫങ്ഷൻ ഓഫ് എ സിസ്റ്റം അല്ലേ. അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷനിങ്ങിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്ന റിക്വയർമെൻ്റ് അല്ല നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. ആൻഡ് ഇറ്റ് ഈസ് അതർ ദാൻ ദാറ്റ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. Non-functional requirement, as the name suggests, are requirements that are not directly concerned with the specific services delivered by the system to its users. അപ്പോൾ നമുക്ക് യൂസേഴ്സിന് വേണ്ട കുറേ സർവീസസ് അല്ലെങ്കിൽ കുറേ ഫീച്ചേഴ്സൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊന്നും എന്തിൽ പെടുന്നില്ല, നമ്മുടെ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിലല്ല. അപ്പം അതല്ലാത്ത നമുക്ക് അവർക്ക് വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിലാണ് പറയുന്നത്. സോ അതല്ലാണ്ട് വരുന്ന റിക്വയർമെൻറ്റ്സ് ആണ് നമ്മുടെ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് കാറ്റഗറിയിൽ വരും. ദേ മേ റിലേറ്റ് ടു എമർജൻറ്റ് സിസ്റ്റം പ്രോപ്പർട്ടീസ് സച്ച് ആസ് റിലയബിലിറ്റി, റെസ്പോൺസ് ടൈം ആൻഡ് സ്റ്റോർ ഒക്യുപ്പൻസി. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് വരുന്നത്? നോൺ ഫങ്ഷണൽ അതല്ലാത്ത ഫീച്ചേഴ്സ്, അതായത് ഒരു സിസ്റ്റം എത്ര റിലയബിളാണ്, അതിൻ്റെ റെസ്പോൺസ് ടൈം എത്രയുണ്ട്. അതായത് റെസ്പോൺസ് ടൈം എപ്പോഴും എന്തായിരിക്കണം? കുറവായിരിക്കണം അല്ലേ. ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യണം. അതുപോലെ അതിന് എത്ര സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ അതായത് നോൺ ഫങ്ഷണലിൽ വരുന്നത്. അതായത് ദാറ്റ് ഈസ് അതർ ദാൻ ദ ഫീച്ചേഴ്സ്. അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം എന്തൊക്കെ സർവീസ് പ്രൊവൈഡ് ചെയ്യണം എന്നല്ല ഇവിടെ പറയുന്നത്. അത് കൂടാണ്ട് ഈ സർവീസസിന് പുറമെ ഈ സിസ്റ്റത്തിന് വേണ്ട കുറച്ച് റിക്വയർമെൻറ്റ്സ് ആണ് നമ്മൾ ഈ പറയുന്ന നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. ആൻഡ് ഈ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഇല്ലെങ്കിൽ, കറക്റ്റായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അങ്ങനെ ഒരു സിസ്റ്റത്തിനെ കൊണ്ട് പ്രത്യേകിച്ച് യൂസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ഒരു റിലയബിൾ അല്ലാത്ത സിസ്റ്റം അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസ് ടൈം എടുക്കുന്ന ഒരു സിസ്റ്റം എന്ന് വിചാരിക്കുക. അതല്ലാണ്ട് ഭയങ്കര സിസ്റ്റമൊക്കെ ഉണ്ടാക്കി പക്ഷേ അതിന് സ്റ്റോറേജ് കപ്പാസിറ്റി തീരെ ഇല്ല. അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ, ആ സിസ്റ്റത്തിനെ കൊണ്ട് നമുക്കൊരു യൂസ് ഇല്ല അല്ലേ. സോ നമുക്ക് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിൻ്റെ പോലെ തന്നെ ഇതിലെന്തും വേണം, ഇങ്ങനെയുള്ള കുറച്ച് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സും ഇതിന് ആവശ്യമായിട്ട് വരും. ഓക്കെ. Alternatively, they may define constraints on the system implementation, such as the capabilities of I/O devices or the data representation used in interfaces with other systems. അപ്പോൾ ഇങ്ങനെയുള്ള റെസ്പോൺസ് ടൈം, റിലയബിലിറ്റി, അങ്ങനെയുള്ള അവൈലബിലിറ്റി, അങ്ങനെയുള്ള കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ് ഇല്ലേ. അപ്പോൾ അത് കൂടാണ്ട് നമ്മുടെ സിസ്റ്റം ഈ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള I/O ഡിവൈസസ്, അതിന് വേണ്ട ഇൻ്റർഫേസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരും? അതും നമ്മുടെ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിലാണ് വരിക. ഓക്കെ. ഇനി അതിൽ കുറച്ച് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് വരെയും പറയുന്നുണ്ട്. നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് സച്ച് ആസ് പെർഫോമൻസ്, security or availability usually specify or constrain characteristics of the system as a whole. ശരിയല്ലേ? ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ റിലയബിലിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി ആയിക്കോട്ടെ, പെർഫോമൻസ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമല്ല അല്ലേ. അല്ലെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ സിസ്റ്റം ആസ് എ ഹോൾ. ഒരു സിസ്റ്റത്തിൻ്റെ എൻറ്റയർ ആയിട്ടുള്ള റിലയബിലിറ്റി, ഒരു സിസ്റ്റത്തിൻ്റെ എൻറ്റയർ ആയിട്ടുള്ള കപ്പാസിറ്റി അല്ലേ, അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിന് എൻറ്റയർ ആയിട്ടുള്ള അവൈലബിലിറ്റി, പെർഫോമൻസ്, അങ്ങനെ നമ്മൾ പറയുക. അല്ലാണ്ട് സിസ്റ്റത്തിൻ്റെ ഓരോ പോർഷനായിട്ടുള്ള കാര്യങ്ങളല്ല നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എപ്പോഴും എന്താ, ഒരു സിസ്റ്റം ആസ് സച്ച്, ഒരു സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മളെപ്പോഴും പറയുക. ഓക്കെ. Non-functional requirements are often more critical than individual functional requirements. ഇപ്പോൾ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സിസ്റ്റം യൂസേഴ്സ് ക്യാൻ യൂഷ്വലി ഫൈൻഡ് വേസ് ടു വർക്ക് അറൗണ്ട് എ സിസ്റ്റം ഫങ്ഷൻ ദാറ്റ് ഡസൻ റിയലി മീറ്റ് ദെയർ നീഡ്സ്. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളില്ലാണ്ട് വെറുതെ സർവീസ് കിട്ടിയിട്ട് ഈ യൂസേഴ്സിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അവരുടെ ആവശ്യം അവിടെ നടക്കില്ല അല്ലേ. ഓക്കെ. അതിനൊരു എക്സാമ്പിളും കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇതാ നോക്കൂ. ഫോർ എക്സാമ്പിൾ, ഇഫ് എൻ എയർക്രാഫ്റ്റ് സിസ്റ്റം ഡസ് നോട്ട് മീറ്റ് ഇറ്റ്സ് റിലയബിലിറ്റി റിക്വയർമെൻറ്റ്, ഇറ്റ് വിൽ നോട്ട് ബി സർട്ടിഫൈഡ് ആസ് സേഫ് ഫോർ ഓപ്പറേഷൻ. ആൻഡ് ഇഫ് എൻ എംബഡഡ് കൺട്രോൾ സിസ്റ്റം ഫെയിൽസ് ടു മീറ്റ് ഇറ്റ്സ് പെർഫോമൻസ് റിക്വയർമെൻറ്റ്, ദ കൺട്രോൾ ഫങ്ഷൻസ് വിൽ നോട്ട് ഓപ്പറേറ്റ് കറക്റ്റ്ലി. ശരിയല്ലേ? ഇപ്പോൾ ഒരു എയർക്രാഫ്റ്റ് സിസ്റ്റം എടുക്കുക, അത് റിലയബിൾ അല്ല എന്ന് വിചാരിക്കുക. റിലയബിൾ അല്ലെങ്കിൽ പിന്നെ നമുക്ക് അതിനുള്ള ആ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല.
ഒരിക്കലും ഇല്ല അല്ലേ. എപ്പോഴും എന്തായിരിക്കണം, റിലയബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു എംബെഡഡ് സിസ്റ്റത്തിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ പെർഫോമൻസ് കുറവാണെന്ന് വിചാരിക്കുക, കാര്യമുണ്ടോ? ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും, അതായത് ഫീച്ചേഴ്സൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ എന്തില്ല, പെർഫോമൻസ് വളരെ ലോ ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റത്തിനെ കൊണ്ട് നമുക്ക് യൂസേജ് ഇല്ല അല്ലേ. അപ്പോൾ അതാ പറഞ്ഞത്, നമ്മുടെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് മാത്രം ഉണ്ടായാൽ പോരാ, ദ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ആർ ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫങ്ഷണൽ റിക്വയർമെൻറ്റ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. ഓക്കെ. അതുപോലെ തന്നെ it is often possible to identify which system components implement specific functional requirement. It is often more difficult to relate components to non-functional requirement. നമുക്കിപ്പോൾ ഒരു ഫങ്ഷണൽ റിക്വയർമെൻ്റ് ആണ് എന്തെങ്കിലും പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം എന്നുണ്ടെങ്കിൽ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാത്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കത് എവിടെയാണ്, ഏത് ഭാഗത്താണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അല്ലേ. ഇപ്പോൾ ഇപ്പോൾ മാർക്കറ്റിങ്ങിലുള്ള എന്തെങ്കിലും ഒരു ഫീച്ചർ ആഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് അതിൻ്റെ മാർക്കറ്റിംഗ് സെക്ഷനിലാണ് ചെയ്യേണ്ടത്, അല്ലാണ്ട് മൊത്തം സിസ്റ്റത്തിലല്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും, ഏത് പാർട്ടിലേക്കാണ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഏത് കമ്പണൻറ്റിലാണ് അത് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ബട്ട് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് നമുക്ക് എവിടെയാണ്, എന്ത് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് റിലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. Okay, and the implementation of these requirements may be diffused throughout the system. അപ്പോൾ ഫുൾ നോൺ ഫങ്ഷണൽ റിക്വയർമെൻ്റ് ആണെങ്കിൽ ത്രൂ ഔട്ട് ദ സിസ്റ്റം നമ്മൾ നോക്കേണ്ടി വരും. ആൻഡ് ദർ ആർ 2 reasons ഫോർ ദിസ്. ഇങ്ങനെയുള്ള ഇതിന് ഇങ്ങനെ ഫുൾ ചെക്ക് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് മേ അഫക്റ്റ് ദ ഓവറോൾ ആർക്കിടെക്ചർ ഓഫ് എ സിസ്റ്റം റാദർ ദാൻ ദ ഇൻഡിവിജ്വൽ കമ്പോണൻറ്റ്. ശരിയല്ലേ? ഒരു സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് കുറഞ്ഞു എന്ന് വിചാരിക്കുക, അപ്പോൾ എന്താണ്, എൻറ്റയർ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസാണ് കുറയണത് അല്ലേ, അല്ലാണ്ട് ഒരു കമ്പോണൻറ്റിന് അല്ലെങ്കിൽ ഒരു പാർട്ടിൻ്റെ പെർഫോമൻസ് അല്ല. എൻറ്റയർ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസാണ് അവിടെ എന്താവുന്നത്, കുറഞ്ഞു വരുന്നത്, ഡിഗ്രേഡ് ആയിപ്പോഴും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിസ്റ്റത്തിന് റിലയബിലിറ്റി ഇല്ല എന്നുള്ളൊരു റിലയബിലിറ്റി ഇല്ല എന്നുള്ളൊരു പ്രശ്നമാണെങ്കിൽ അതെന്താ പറയണത്, ആ എൻറ്റയർ സിസ്റ്റം റിലയബിൾ അല്ല എന്നാണ് പറയുക, അല്ലാണ്ട് ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ കോമ്പണൻറ്റ് റിലയബിൾ അല്ല എന്നുള്ളത് പറയില്ല. അപ്പോൾ എപ്പോഴും എന്താണ്, ഈ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് എഫക്റ്റ് ചെയ്യുന്നത് ദ സിസ്റ്റം ആസ് എ ഹോൾ ആയിരിക്കും, എൻറ്റയർ സിസ്റ്റത്തിനെ ആയിരിക്കും അത് എഫക്റ്റ് ചെയ്യും. ഓക്കെ. Second reason, a single non-functional requirement such as security requirement may generate a number of related functional requirements that define new system services that are required. ഇപ്പോൾ നമുക്ക് സെക്യൂരിറ്റി വേണമെന്ന് വിചാരിക്കരുത്. സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മൾ നോൺ ഫങ്ഷണൽ ആണ് അല്ലേ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അതിനെന്ത് വേണം, അതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കുറേ സ്ഥലത്ത് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു മെഷർ അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ കിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ അതാ പറഞ്ഞത്, ഇപ്പോൾ ചില നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് നമുക്ക് ഫുൾഫിൽ ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറേ ഫീച്ചേഴ്സ് അതിൽ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ. പിന്നെ നിങ്ങൾ ഈ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ഈ ഒരു ഫിഗറും പഠിച്ചു വെക്കണം കേട്ടോ. നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ് ബേസിക്കായിട്ട് 3 കാറ്റഗറി ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് വരാം, നോൺ ഫങ്ഷണൽ തന്നെ പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്സ് വരാം, ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ് വരാം, എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സ് വരാം. അങ്ങനെ 3 കാറ്റഗറി. നമ്മളൊരു എക്സാമ്പിൾ നേരത്തെ പറഞ്ഞല്ലോ, സെക്യൂരിറ്റി അല്ലെങ്കിൽ പെർഫോമൻസ് ഒക്കെ പറയുന്നത് എന്താണ്, പ്രൊഡക്റ്റിനെ ബേസ് ചെയ്തിട്ട് അല്ലെ. നിങ്ങൾ എന്ത് സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത് അതിൻ്റെ സെക്യൂരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ്, അങ്ങനെയല്ലേ. അപ്പോൾ അങ്ങനെ 3 ക്ലാസിഫിക്കേഷനായിട്ടാണ് എല്ലാ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റും നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ വരുന്നതാണ് പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ്, ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്, എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്. ക്ലിയർ? അതിൽ പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റ് വരുന്ന നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ആണ് യൂസബിലിറ്റി റിക്വയർമെൻറ്റ്, എഫിഷ്യൻസി റിക്വയർമെൻറ്റ്, ഡിപ്പെൻഡബിലിറ്റി റിക്വയർമെൻറ്റ്, സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്. ഓക്കെ. അപ്പോൾ പ്രൊഡക്റ്റിൽ വരുന്ന യൂസബിലിറ്റി, എഫിഷ്യൻസി, ഡിപ്പെൻഡബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി. ക്ലിയർ? അതിൽ എഫിഷ്യൻസിനെ വീണ്ടും ഡിവൈഡ് ചെയ്ത് വരുന്നതാണ് പെർഫോമൻസും സ്പേസും. ഒരു സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി കൂടണമെങ്കിൽ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ എഫിഷ്യൻസി കൂടണമെങ്കിൽ അതിൽ എന്തൊക്കെ ഫുൾഫിൽ ചെയ്യണം, അതിൻ്റെ പെർഫോമൻസും ബെറ്റർ ആവണം, അതിൻ്റെ സ്പേസും സ്റ്റോറേജ് സ്പേസും ഉണ്ടാവണം അല്ലേ, എന്നാലാണ് അതിന് നമുക്ക് എഫിഷ്യൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് റിക്വയർമെൻറ്റിൽ വരുന്നത്. ക്ലിയർ? രണ്ടാമത് വരുന്നത് നമ്മൾ ഓർഗനൈസേഷൻ റിക്വയർമെൻറ്റ്സ് നോക്കാം. ഓർഗനൈസേഷൻ റിക്വയർമെൻറ്റ്സ് നമ്മൾ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എൻവയറമെൻറ്റൽ റിക്വയർമെൻറ്റ്, ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് റിക്വയർമെൻറ്റ്.
ആ ഒരു എൻവയൺമെൻറ്റ്, ഈ ഒരു സിസ്റ്റം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന എൻവയൺമെൻറ്റ്, അതാണ് എൻവയൺമെൻറ്റൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഓപ്പറേഷണൽ, ഒരു സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതുപോലെ ഡെവലപ്മെൻറ്റ് റിക്വയർമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ് നമ്മൾ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റെഗുലേറ്ററി, എത്തിക്കൽ ആൻഡ് ലെജിസ്ലേറ്റീവ്. അതിൽ ലെജിസ്ലേറ്റീവിൽ വീണ്ടും 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്നതാണ് അക്കൗണ്ടിങ് റിക്വയർമെൻറ്റ്സും അതുപോലെ സേഫ്റ്റി ഓർ സെക്യൂരിറ്റി റിക്വയർമെൻറ്റ്സ്. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയാണ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ബേസിക്കായിട്ട് 3 ഉള്ളത്. ബേസ്ഡ് ഓൺ ദ പ്രോഡക്റ്റ്, ബേസ്ഡ് ഓൺ ദ ഓർഗനൈസേഷൻ ആൻഡ് ബേസ്ഡ് ഓൺ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്. ഓക്കെ, ഈ ഒരു ഫിഗർ എന്തായാലും വേണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ 3 റിക്വയർമെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞു. പ്രോഡക്റ്റ് ബേസ് ചെയ്തിട്ട്, ഓർഗനൈസേഷണൽ ആൻഡ് എക്സ്റ്റേണൽ അല്ലേ. നമുക്ക് ഓരോന്നും ജസ്റ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദ പ്രോഡക്റ്റ് റിക്വയർമെൻറ്റ്. ദീസ് റിക്വയർമെൻറ്റ് സ്പെസിഫൈ ഓർ കൺസ്ട്രെയിൻ ദ ബിഹേവിയർ ഓഫ് ദി സോഫ്റ്റ്വെയർ അല്ലേ. പ്രൊഡക്റ്റ് എങ്ങനെ വേണം, പ്രൊഡക്റ്റിന് എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ വാട്ട് ആർ ദി വേരിയസ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് റിക്വയർഡ് ഫോർ ദി സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഫോർ ദി പ്രൊഡക്റ്റ്. ആ ഒരു പ്രൊഡക്റ്റിന് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. ആൻഡ് ദീസ് ഇൻക്ലൂഡ്സ് പെർഫോമൻസ് റിക്വയർമെൻറ്റ്സ് ഓൺ ഹൗ ഫാസ്റ്റ് ദ സിസ്റ്റം മസ്റ്റ് എക്സിക്യൂട്ട് ആൻഡ് ഹൗ മച്ച് മെമ്മറി ഇറ്റ് റിക്വയേഴ്സ്. Then reliability requirement that sets out the acceptable failure rate, security requirement and usability requirement. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് റിക്വയർമെൻറ്റ് വരുന്ന ബേസിക് കുറച്ച് റിക്വയർമെൻറ്റ്സ് ആണ്. ഒന്ന് പെർഫോമൻസ് റിക്വയർമെൻറ്റ്. പെർഫോമൻസ് റിക്വയർമെൻറ്റിൽ എന്തൊക്കെയാണ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര ഫാസ്റ്റായിട്ട് സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ ഈ സിസ്റ്റത്തിന് എത്ര കപ്പാസിറ്റി ഉണ്ട്, മെമ്മറി കപ്പാസിറ്റി അല്ലെങ്കിൽ സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയുണ്ട്. ഇത് രണ്ടുമാണ് എന്ത് മെഷർ ചെയ്യുന്നത്, പെർഫോമൻസ് റിക്വയർമെൻറ്റ് മെഷർ ചെയ്യുന്നത്. അത് കൂടാണ്ട് വരുന്ന ഒന്നാണ് റിലയബിലിറ്റി റിക്വയർമെൻറ്റ്. റിലയബിൾ, ഹൗ ലോങ് ദിസ് വിൽ അല്ലെങ്കിൽ ഹൗ ലോങ് ദ സിസ്റ്റം വിൽ വർക്ക് വിത്തൗട്ട് ഫെയിലിയർ അല്ലേ. അല്ലെങ്കിൽ എത്ര പിന്നെ അല്ലെങ്കിൽ ഒരു കറക്റ്റായിട്ട് എന്ന് പറയാം. ഫെയിലിയർ മാത്രമല്ല, കറക്റ്റായിട്ട് എത്ര ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു റിലയബിലിറ്റിയിൽ വരുന്നത്. സോ റിലയബിലിറ്റി റിക്വയർമെൻറ്റ് ദാറ്റ് സെറ്റ്സ് ഔട്ട് ദി ആക്സെപ്റ്റബിൾ ഫെയിലിയർ റേറ്റ്. അത് സിസ്റ്റം ഫെയിൽ ആവാണ്ടിരിക്കാനുള്ള റേറ്റ്, അതാണ് റിലയബിലിറ്റിയിൽ വരുന്നത്. ആൻഡ് ദെൻ സെക്യൂരിറ്റി റിക്വയർമെൻറ്റ് ആൻഡ് യൂസബിലിറ്റി റിക്വയർമെൻറ്റ്. ഇതൊക്കെ വരുന്ന എന്തിലാണ്, നമ്മുടെ പ്രൊഡക്റ്റ് റിക്വയർമെൻറ്റിൽ വരുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്. അതിൽ നമ്മൾ നേരത്തെ കണ്ടുല്ലേ 2-3 കാര്യങ്ങൾ. അതായത് ഓപ്പറേറ്റിംഗ് എൻവയൺമെൻറ്റ് റിക്വയർമെൻറ്റ്, എൻവയൺമെൻറ്റൽ റിക്വയർമെൻറ്റ്സ് പറഞ്ഞു, ദെൻ ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ്സ് പറഞ്ഞു, ദെൻ ഡെവലപ്മെൻറ്റ് റിക്വയർമെൻറ്റ്സ് പറഞ്ഞു അല്ലേ. അപ്പോൾ അതൊക്കെയാണ് എന്തിൽ വരിക, നമ്മുടെ ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സിൽ വരാം. അത് ഓരോന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. These requirements are broad system requirements derived from policies and procedures in the customers and developers organization. Examples include operational process requirement that define how the system will be used. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ്. ഓപ്പറേഷണൽ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ സിസ്റ്റം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഹൗ ടു ഓപ്പറേറ്റ് ദ സിസ്റ്റം. ദെൻ ഡെവലപ്മെൻറ്റ് പ്രോസസ് റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. അതിലെന്താ പറയണത്, ദാറ്റ് സ്പെസിഫൈ ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എന്ത് ലാംഗ്വേജിലാണ് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ലാംഗ്വേജ് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഡെവലപ്മെൻറ്റ് റിക്വയർമെൻറ്റ്. ആൻഡ് ദ ഡെവലപ്മെൻറ്റ് എൻവയൺമെൻറ്റ് റിക്വയർമെൻറ്റ് ഉണ്ട്. ആൻഡ് അതിൽ വരുന്നതാണ് ദ ഓപ്പറേറ്റിംഗ് എൻവയൺമെൻറ്റ് ഓഫ് ദി സിസ്റ്റം. ഈ സിസ്റ്റം ഏത് ഇതിലാണ് വർക്ക് ചെയ്യുന്ന ആ ഒരു എൻവയൺമെൻറ്റിൽ, അതിനാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 റിക്വയർമെൻറ്റ്സ് കൂടിയിട്ടുള്ളതാണ് എന്ത്, ഓർഗനൈസേഷണൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് പ്രൊഡക്റ്റിനെയും അതുപോലെ ഓർഗനൈസേഷനും ബേസ് ചെയ്തിട്ടല്ലാണ്ട് വരുന്ന റിക്വയർമെൻറ്റ്സ് ആണ് എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സ്. ദിസ് ബ്രോഡ് ഹെഡിങ് കവേഴ്സ് ഓൾ റിക്വയർമെൻറ്റ്സ് ദാറ്റ് ആർ ഡിറൈവ്ഡ് ഫ്രം ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ടു ദ സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ് പ്രോസസ്സ്. നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റത്തിനെയും ഡെവലപ്മെൻറ്റ് പ്രോസസ്സും അല്ലാണ്ട് വേറെ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വരുന്നുണ്ടോ അതൊക്കെ എന്തിൽ വരും, എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സിൽ വരും. ആൻഡ് ദീസ് മേ ഇൻക്ലൂഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ് ദാറ്റ് സെറ്റ് ഔട്ട് വാട്ട് മസ്റ്റ് ബി ഡൺ ഫോർ ദ സിസ്റ്റം ടു ബി അപ്രൂവ്ഡ് ഫോർ യൂസ് ബൈ എ റെഗുലേറ്റർ സച്ച് ആസ് എ സെൻട്രൽ ബാങ്ക്. ലെജിസ്ലേറ്റീവ് ഇതിൽ വരുന്നതാണ്. അപ്പോൾ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അതായത് ഈ ഒരു സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടി വരിക
അല്ലേ. പിന്നെ ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് ലോ പ്രകാരമാണോ, അല്ലെങ്കിൽ നമ്മൾ മീൻസ് അതായത് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടാത്ത കുറേ കാര്യങ്ങളുണ്ടാവും അല്ലേ. അതുപോലെ ചെയ്യാൻ പാടാത്തതല്ലോ. നമ്മളിപ്പോൾ എന്താണെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണെങ്കിലും നമുക്ക് എന്ത് വേണം, അപ്രൂവൽ വേണം അല്ലേ. അപ്പോൾ അതേപോലെ ഇങ്ങനെയുള്ള ലോ അല്ലെങ്കിൽ ലോ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള സിസ്റ്റമാണോ അല്ലയോ എന്നുള്ളതാണ് ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റിൽ വരിക. പിന്നെ വരുന്ന എത്തിക്കൽ റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ദാറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ സിസ്റ്റം വിൽ ബി ആക്സെപ്റ്റബിൾ ടു ഇറ്റ്സ് യൂസേഴ്സ് ആൻഡ് ജനറൽ പബ്ലിക്. അപ്പോൾ ഇത് എത്തിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യൂസേഴ്സിനും അതുപോലെ പബ്ലിക്കിനൊക്കെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു സിസ്റ്റം ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നതാണ് എത്തിക്കൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എത്തിക്കൽ റിക്വയർമെൻറ്റും ലെജിസ്ലേറ്റീവ് റിക്വയർമെൻറ്റും റെഗുലേറ്ററി റിക്വയർമെൻറ്റും ഒക്കെ എന്തിൽ വരുന്നതാണ്, നമ്മുടെ എക്സ്റ്റേണൽ റിക്വയർമെൻറ്റിൽ വരുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ഓപ്പറേഷൻ എൻവയോൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നതല്ല അല്ലേ. സോ അങ്ങനെ അല്ലാണ്ട് വരുന്ന റിക്വയർമെൻറ്റ്സ് ഒക്കെ നമ്മുടെ എക്സ്റ്റേണൽ റിക്വയർമെൻറ്റ്സിലാണ് വരിക. ക്ലിയർ? അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള 3 ക്ലാസിഫിക്കേഷൻ. പിന്നെ അതുപോലെ ഇവിടെ ഒരു ടേബിൾ ഞാൻ കാണിക്കുന്നുണ്ട്. ഈ ഒരു ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ടെസ്റ്റ് ചെയ്യുന്ന അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു മെട്രിക്സ് ആണ്. അതിന് യൂസ് ചെയ്യുന്നൊരു മെട്രിക്സ് ആണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് നമ്മൾ ഈ പറയുന്ന പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുക കേട്ടോ, മെഷർ ചെയ്യുക. അതിൽ വരുന്ന ഒന്നാണ് സ്പീഡ് എന്ന് പറഞ്ഞാൽ പ്രോസസ് ട്രാൻസാക്ഷൻ, സെക്കൻഡ് യൂസർ, ഈവൻറ്റ് റെസ്പോൺസ് ടൈം, സ്ക്രീൻ റിഫ്രഷ് ടൈം. ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു സിസ്റ്റത്തിൻ്റെ പ്രോസസ്ഡ് ട്രാൻസാക്ഷൻ എങ്ങനെയുണ്ട്, എത്ര ടൈം എടുക്കുന്നുണ്ട്, യൂസേഴ്സിന് യൂസ് ചെയ്യുമ്പോൾ എത്ര ടൈം എടുക്കുന്നുണ്ട്, റെസ്പോൺസ് ടൈം എത്രയാണ്, സ്ക്രീൻ റിഫ്രഷ് ടൈം, അങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സ് വെച്ചിട്ടാണ് അതിൻ്റെ ഒരു സ്പീഡ് മെഷർ ചെയ്യുക. രണ്ടാമത് മെഷർ ചെയ്യുന്ന ഒന്നാണ് സൈസ്, എത്ര മെമ്മറി ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം. പിന്നെ ഈസ് ഓഫ് യൂസ്, ദെൻ റിലയബിലിറ്റി, റോബസ്റ്റ്നെസ്, പോർട്ടബിലിറ്റി. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദി പ്രോപ്പർട്ടീസ് ദാറ്റ് ഈസ് ടു ബി മെഷേർഡ് ഫോർ എ സിസ്റ്റം ടു ചെക്ക് വെദർ ഇറ്റ് ഇസ് നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ വെദർ ഇറ്റ് സാറ്റിസ്ഫൈ ദി നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ്. ഒരു സിസ്റ്റത്തിൻ്റെ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെട്രിക്സ് ആണ് ഈ ഒരു, അല്ലെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഇതും വേണേ